CJPക്ക് പിന്നാലെ സ്കൂൾ ഠീക് കരോ ക്യാമ്പയിനുമായി ആം ആദ്മി പാർട്ടിയും രംഗത്തെത്തിയിരിക്കുന്നു. യുപിയിലെ സ്കൂളുകളുടെ അവസ്ഥ വീഡിയോകളിലൂടെ പൊതുജനങ്ങൾക്ക് മുന്നിൽ എത്തിച്ചാണ് തുടക്കം. വാരണാസി, ഗാസിപൂർ, ജൗൻപൂർ, ഗോരഖ്പൂർ എന്നിവരുൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങളിലെ പോരായ്മകൾ വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ ആപ്പ് പുറത്തുവിടുകയാണ്. YS അഭിനന്ദ് വിവരങ്ങളുമായി. അഭിനന്ദ്, ഇപ്പോൾ യുപിയിൽ അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. യുപിയിലെ സ്കൂളുകളുടെ അവസ്ഥയാണ് ഇപ്പോൾ ആപ്പ് സ്കൂൾ ഠീക് കരോ ക്യാമ്പയിനിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. നേരത്തെ ജൻസികളുടെ കൂട്ടായ്മയായ CJP ഏറ്റെടുത്ത വിഷയമാണ്. അവർക്ക് നേരെ രാജസ്ഥാനിൽ നടന്ന ആക്രമണവും നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ യുപിയിലെ സ്കൂളുകളുടെ അവസ്ഥ എന്താണ്? ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത് എന്താണ്? സ്മൃതി, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിന് പിന്നാലെ കോക്രോച്ച് ജനതാ പാർട്ടി ഏറ്റെടുത്ത വലിയൊരു ക്യാമ്പയിനായിരുന്നു സ്കൂൾ ഠീക് കരോ ക്യാമ്പയിൻ. രാജ്യമെമ്പാടുമുള്ള സ്കൂളുകൾ സന്ദർശിച്ച് അവിടുത്തെ ദുരവസ്ഥ അത് കൃത്യമായി അറിഞ്ഞതിന് ശേഷം അത് സർക്കാരുകൾക്ക് മുന്നിലേക്കും അധികാരികൾക്ക് മുന്നിലേക്കും എത്തിക്കുക എന്നതായിരുന്നു സ്കൂൾ ഠീക് കരോ ക്യാമ്പയിൻ. അതിന് സമാനമായ ഒരു ക്യാമ്പയിനാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി ഏറ്റെടുത്തിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ സ്കൂളുകളുടെ ദുരവസ്ഥ അത് കൃത്യമായി ഷൂട്ട് ചെയ്ത് അധികാരികൾക്ക് മുന്നിലേക്ക് എത്തിക്കുക എന്നതാണ്. പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ടുമൊക്കെ ഫണ്ടുകൾ മാറ്റിവെക്കുന്ന ഉത്തർപ്രദേശ് സർക്കാർ സ്കൂളുകൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള വീഡിയോകൾ, ദൃശ്യങ്ങൾ, ഫോട്ടോകൾ അടക്കമാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി ഒഫീഷ്യൽ പേജിലൂടെ, ഔദ്യോഗിക പേജിലൂടെ പുറത്ത് വിട്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും ഇത് തുടരാൻ തന്നെയാണ് തീരുമാനം. എന്തായാലും ആം ആദ്മി പാർട്ടി കൂടി കുറച്ചുകൂടി പ്രതിരോധം സൃഷ്ടിക്കാനായിട്ട് പോകുന്നു. ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥ് ഇതൊക്കെ കണ്ണു തുറന്നു വെച്ച് കാണൂ എന്നടക്കമുള്ള ക്യാമ്പയിൻ ടാഗ് ലൈനുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും സഞ്ജീവ് സിംഗിന്റെ നേതൃത്വത്തിൽ ഉത്തർപ്രദേശിലെ യുപിയിലെ വിവിധ സ്കൂളുകളുടെ ദയനീയമായ ചിത്രമാണ്, ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. യുപിയിലെ സ്കൂളുകളുടെ ദുരവസ്ഥയുടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ടാണ് സ്കൂൾ ഠീക് കരോ ക്യാമ്പയിനുമായി